ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു സെയിൽ വീഡിയോ ആയിട്ടല്ല, എന്നാൽ പോലും കുറച്ച് പ്ലാന്റ്സ് ഇവിടെ ഫ്ലവറിങ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യുന്നേ ഉള്ളൂ. കാരണം റോസിൻ്റെ എണ്ണം വളരെ കുറവാണ്, കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് കൊറിയറെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു റോസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓറഞ്ചും പിന്നെ ഒരു അടിയിലൊരു വൈറ്റ് ഷെയ്ഡും വരുന്നതാണ് കേട്ടോ. സാധാരണ നമ്മുടെ കോമൺ റോസൊക്കെ കാണുമ്പോൾ ഇത് നമ്മുടെ ഇതളുകൾ നോക്കിക്കഴിഞ്ഞാൽ സെയിം കളർ തന്നെ ആയിരിക്കും. പക്ഷേ ഓറഞ്ച് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും അങ്ങനെ കിട്ടാറില്ല, അടിയിൽ വേറെ ഷെയ്ഡ് വരുന്നത്. ഇത് വന്നിട്ട് മിഡ് നൈറ്റ് ബ്ലൂ റോസാണ്. കഴിഞ്ഞ വട്ടം സെയിൽ പോസ്റ്റ് ഇട്ടപ്പോൾ ഒരുപാട് പേര് എൻക്വയറി നടത്തിയൊരു റോസായിരുന്നു. പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയിപ്പോൾ ഇതിൻ്റെയും ഒരു 5 പ്ലാന്റ്സ് എന്തോ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. ഇത് വന്നിട്ട് പീച്ച് ക്രീക്രിയുടെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്നത് ഓൺ റൂട്ടഡ് പ്ലാന്റ്സിനാണ് കൂടുതൽ പേരും താല്പര്യം കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓൺ റൂട്ടഡ് പ്ലാന്റ്സിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്, നമുക്ക് ഇപ്പോഴും ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് കിട്ടാറില്ല. പക്ഷേ ഇതിൻ്റെ മിനിയേച്ചറിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇത് വന്നിട്ട് ബേബി പാരഡൈസ് ആണ്. ബേബി പാരഡൈസിൻ്റെ ഡബിൾ ഷെയ്ഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ബെസ്റ്റ് ചോയ്സ് ആയിട്ടുള്ള ഒരു റോസ് ആണ് ഈ ബേബി പാരഡൈസ് എന്ന് പറയുന്നത്. ഡബിൾ ഷെയ്ഡാണ്, ഒരു പിങ്കും വൈറ്റും കൂടെയാണ്. ചില ടൈമിൽ കളർ ചേഞ്ച് ആയിട്ട് ഒരു മജന്തയും വൈറ്റും ഒക്കെ വരാറുണ്ട്. ഇത് പീച്ച് ക്രീക്രിയുടേതാണ്, ഓൺ റൂട്ടഡ് ആയിട്ട് ഹെൽത്തി പ്ലാന്റ് ആണ്. നിങ്ങൾ സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ തൈകളാക്കി എടുക്കാൻ പറ്റുന്ന ടൈപ്പ് റോസാണ് കേട്ടോ. പിന്നെ പാക്കിംഗ് ആണ്. അത് ഇന്നലെ നൈറ്റ് ഞാൻ പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ വളരെ കുറച്ച് പേർക്ക് മാത്രമേ പ്ലാന്റ്സ് അയക്കാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ടാണ് രാവിലേക്കാണെന്നുണ്ടെങ്കിൽ പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ടൈമൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇന്നലെ എന്തോ ഭാഗ്യത്തിനാണ് പാമ്പ് കടിച്ച് ചാവാഞ്ഞത്. നൈറ്റ് ചെയ്യുന്നതിൻ്റെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഞാൻ അച്ഛൻ ചെടിക്ക് വെള്ളം നനയ്ക്കുന്ന ടൈമിൽ അതായത് പ്ലാന്റ്സ് ഒക്കെ വെച്ചിരുന്നിടത്ത് ഒരു പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പിന്നെ ഇനി മുതൽ നൈറ്റ് പാക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നൈറ്റ് പാക്ക് ചെയ്യുന്നില്ല, കാരണം അറിയാമല്ലോ നമ്മൾ ശ്രദ്ധിക്കത്തില്ല, ഇഴജന്തുക്കളൊക്കെ ഈ ഒരു ചൂട് സമയമായതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാന്റ്സ് ഒക്കെ വെക്കുമ്പോൾ നല്ലൊരു തണുപ്പാണ് അവർക്ക്. അപ്പോൾ അതിന് വന്നിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. നമ്മൾ അറിയാണ്ട് പോയി എന്തെങ്കിലും ചവിട്ടുപോലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ തിരിച്ച് ഉപദ്രവിക്കത്തില്ലേ. അതുകൊണ്ട് ഇപ്പോൾ നൈറ്റ് പാക്കിംഗ് ഒക്കെ അങ്ങനെ നിർത്തിയേക്കുവാണ്. എന്തോ ഭാഗ്യത്തിന് ഇന്നലെ ഞാൻ അതുവഴിയൊക്കെ പ്ലാന്റ്സ് എടുത്ത് കൊണ്ടുവന്നൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ചെടിക്ക് വെള്ളം നനയ്ക്കുന്നത്. ആ ഒരു ടൈമിലാണ് അച്ഛൻ വന്ന് പറഞ്ഞത് ഇനി നൈറ്റ് പാക്കിംഗ് വേണ്ടാന്ന്. അപ്പോൾ ഇതൊരു മാംഗോ യെല്ലോ ആണ്. വിരിയുന്ന സമയത്ത് ആ മുട്ടുകൾ കണ്ടറിയാം ഡാർക്ക് യെല്ലോ ആണ്. അതിനുശേഷം വിരിഞ്ഞ് കഴിയുമ്പോഴും ആ ഒരു യെല്ലോ വരും. പക്ഷേ നെക്സ്റ്റ് ഡേ ഒക്കെ ആകുമ്പോൾ ആ ഒരു യെല്ലോ ഷെയ്ഡ് മാറിയിട്ട് ഒരു ലൈറ്റ് യെല്ലോയിലോട്ട് പോകും. അപ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ. പിന്നെ ഇതിൻ്റെത് ഒരു എന്താ പറയുക, അതായത് ഈ അറ്റത്ത് മാത്രം ഒരു റെഡ് ഷെയ്ഡ്, ഇതും പിങ്ക് റോസാണ് ഒരെണ്ണം. പിന്നെ ബേബി പിങ്ക് ക്രീക്രി റോസാണ്. ഇത് വൈറ്റ് 7 ഡേ ആണ്. ഇത് കളർ ചേഞ്ചിങ് ആണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 10 പ്ലാന്റ്സ് 15 പ്ലാന്റ്സ് അടുപ്പിച്ച് ഒരാൾക്ക് 13 പ്ലാന്റ്സ് അടുപ്പിച്ചിട്ട് ഒരു ചേച്ചിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ്. പിന്നെ ഇതൊരു 7 പ്ലാന്റ്സോളം ഉണ്ടായി. അപ്പോൾ ഇതെല്ലാമാണ് ഇന്നലത്തെ കൊറിയറിൽ റെഡിയാക്കിയത്. കാരണം നൈറ്റ് പാക്ക് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും നമുക്ക് അത്രയും സ്ട്രെസ് ഇല്ല. കാരണം രാവിലെ വെയിൽ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ മുറ്റത്തിരുന്ന് പാക്കിങ് നടക്കില്ല. പ്ലാന്റ്സ് എടുത്ത് നമുക്ക് ഒരുപാട് നേരം മണ്ണ് കളഞ്ഞ് വെക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് നൈറ്റ് പാക്ക് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇത് ഇന്ന് മോർണിംഗ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഇന്നലെ ഒരു 5 പേർക്ക് മാത്രമേ നൈറ്റ് പാക്ക് ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം പിറ്റേ ദിവസം രാവിലെ, കാരണം 10 മണി വരെ ടൈം ഉണ്ടല്ലോ. അപ്പോൾ അതിനുള്ളിൽ നമുക്കൊരു 5 പേർക്കുള്ളതൊക്കെ പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇതാണ് ഇന്ന് പയക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കുന്ന പ്ലാന്റ്സ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. നമ്മൾ ചകിരിച്ചോറിലൊക്കെ വെച്ച് അയക്കുമ്പോൾ ഉള്ളൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ് പെട്ടെന്ന് കേടായി പോവില്ല. പിന്നെ നിങ്ങൾക്ക് ആ പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാലും വെള്ളത്തിൽ വെച്ചിട്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് പോട്ട് ചെയ്തെടുക്കാം. കിട്ടുന്ന ന്യൂസ് പേപ്പറോടെ പോട്ട് ചെയ്ത് കൊടുത്താലും പ്രശ്നമൊന്നും വരില്ല കേട്ടോ. നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് കൈ കൊണ്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കുക. ഇങ്ങനെ ആ ന്യൂസ് പേപ്പർ ഒന്ന് പിഴിഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ ചകിരിച്ചോറെല്ലാം മണ്ണിലൊട്ടി പിടിക്കും. അത് കഴിഞ്ഞ് പതിയെ ആ മണ്ണ് ആ ഒരു ന്യൂസ് പേപ്പർ ഇളക്കി എടുത്തിട്ട് നിങ്ങൾക്ക് പോട്ട് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ന്യൂസ് പേപ്പറോടെ തന്നെ നിങ്ങൾക്ക് മണ്ണിൽ വെക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടും, വേറെ പ്രശ്നമൊന്നും വരില്ല. പിന്നെ നിങ്ങൾ ആ പ്ലാന്റ്സ് വെക്കുന്ന സ്ഥലത്തോട്ട് കുറച്ച് ചകിരിച്ചോറോടെ ഇട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് വരും. അപ്പോൾ ഇന്ന് കൊറിയർ അയച്ചിട്ടുള്ളവരുടെ പേര് ഞാൻ വായിക്കാം. ജ്യോതി AJ, അമ്പിളി V, സുലേഖ, അനുശ്രീ സനൽ,
ഡി പരമേശ്വർ അയ്യർ, അനുഷ, രഹന റസൽ, ഹൃദ്യ ഡിക്സൺ. അപ്പോൾ ഇത്രയും പേർക്കുള്ള കൊറിയറാണ് ഇന്നത്തെ ദിവസം അയച്ചേക്കുന്നത് കേട്ടോ. പിന്നെ പ്ലാൻസ് വേണമെന്നുള്ളവർ ഇതെൻ്റെ വാട്സപ്പ് നമ്പറാണ്. വാട്സപ്പ് നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. മിക്കവാറും ഈ ഒരാഴ്ച വ്യാഴാഴ്ച വരെയാണ് ഞാൻ കൊറിയർ അയക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. മിക്കവാറും അത് 2 ദിവസവും കൂടെ നീണ്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഒരുപാട് ഓർഡേഴ്സ് ഇപ്പോഴും വരുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് പ്ലാൻസിൻ്റെ അവൈലബിലിറ്റി കുറയുന്നതനുസരിച്ചിട്ട് മാത്രമേ കൊറിയർ സ്റ്റോപ്പ് ചെയ്യുള്ളൂ. മാക്സിമം ഒരു 2-3 ഡേയ്സിനുള്ളിൽ തന്നെ കൊറിയർ സ്റ്റോപ്പ് ചെയ്യും. ഞാനൊരു കോംബോ ഇടാമെന്ന് പറഞ്ഞിട്ടായിരുന്നു, എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല കാരണം ടൈം കിട്ടിയിട്ടില്ല. ഓൺ റൂട്ടഡ് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ്. വൈറ്റ് ക്രീക്രി, ഓറഞ്ച് ക്രീക്രി ഒക്കെ വരുന്നൊരു കോംബോ ആണ് കേട്ടോ ഇനി ഇടാൻ പോകുന്നത്. പിന്നെന്താ, പ്ലാന്റ്സ് വേണമെന്നുള്ളവർ ഈ വാട്സപ്പ് നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് പ്ലാന്റാണ് വേണ്ടതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി, ടൈം കിട്ടുന്നതിനനുസരിച്ച്. കാരണം എല്ലാ പേർക്കും 10:30 മുമ്പ് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.